സൃഷ്ടിയെ സ്നേഹിക്കാം, സൃഷ്ടാവിനെ സ്തുതിക്കാം എന്ന ആപ്തവാക്യത്തെ ധ്യാനിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ യൗസേപ്പിന്റെയും മാധ്യസ്ഥ്യം യാചിച്ച സാന്റ് ജോസ് ഭവനിൽ 2026-27 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് അധ്യാപകരുടെ പ്രതിജ്ഞയോടെ ആരംഭം കുറിച്ചു. അസിസ്റ്റന്റ് എച്ച്എം സിസ്റ്റർ ജയ ബലിയർപ്പണത്തിന് ഒരുക്കമായി ആമുഖം വായിച്ചു. അയന, സന്യ ഇവരുടെ നൃത്ത ചുവടുകളുടെ അകമ്പടിയോടെ പ്രവേശന പ്രദക്ഷിണം ആരംഭിച്ചു. സാന്റ് ജോസ് ഭവൻ കാറ്റഗിസം ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ടോണി പിൻഹീറോയോടും എല്ലാ അധ്യാപകരും ചേർന്ന് തിരി തെളിയിച്ച് അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള ബലിയർപ്പണത്തിന് അധ്യാപകരും PTA അംഗങ്ങളും കുട്ടികളും നേതൃത്വം നൽകി. ബലിയർപ്പണത്തിന് ശേഷം കുട്ടികൾക്കായി അഭിഷേക പ്രാർത്ഥന നടത്തി. പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചും കുട്ടികളുടെ പ്രതിജ്ഞ ചൊല്ലിയും അസംബ്ലി ആരംഭിച്ചു. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് 3ാം സ്ഥാനം നേടിയ അമേയ ജോർഫിനെയും 12 വർഷം മതബോധന ക്ലാസുകളിൽ മുടങ്ങാതെ പങ്കെടുത്ത ഫ്ലോറൻസ് പ്രാർത്ഥന പോളിനെയും രൂപതാതല സമ്മാനം നൽകി ആദരിച്ചു. തുടർന്ന് മുൻ PTA പ്രസിഡന്റ് ജോർഫിൻ 2026-27 വർഷത്തെ ഇയർ പ്ലാൻ പ്രകാശനം ചെയ്തു. അധ്യാപകർ തങ്ങൾ പരിചയപ്പെടുത്തി തന്റെ ക്ലാസ്സിലെ കുട്ടികളെ പൂക്കൾ കൊടുത്ത് സ്വാഗതം ചെയ്തു. അസീസി പുണ്യവാന്റെ ജൂബിലി വർഷത്തിൽ പുണ്യവാളന്റെ ഒരു പുണ്യം അഭ്യസിക്കാൻ HM നിത ടീച്ചർ 1 മിനിറ്റ് ക്ലാസ് എടുത്തു. പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെടാൻ മതാധ്യാപകർ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ തിരഞ്ഞെടുത്ത് പരസ്പരം പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിച്ചു. വിശുദ്ധ കുരിശ് വരച്ച് പ്രവേശനോത്സവം സമംഗളം സമാപിച്ചു. ദൈവത്തിന് നന്ദി.